Hi friends, happy Onam. This is Neenu. Welcome to my channel. ഇന്നത്തെ വിശേഷം ബ്രാട്ടിസ്ലാവയെ കുറിച്ചാണ്. ഒരു ദിവസം കൊണ്ട് ബ്രാട്ടിസ്ലാവയിൽ നമുക്ക് എന്തൊക്കെ കാണാമെന്ന് നമുക്ക് നോക്കാം. ബ്രാട്ടിസ്ലാവയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോവാക്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ബ്രാട്ടിസ്ലാവ. അവിടുത്തെ കറൻസി യൂറോ ആണ് കേട്ടോ. പക്ഷേ യൂറോ എന്ന് പറയുമ്പം എല്ലാവരും പേടിക്കൊന്നും വേണ്ട, അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രി ഒന്നുമല്ല. അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഞങ്ങൾ ഫസ്റ്റ് പോയത് പ്രസിഡൻഷ്യൽ പാലസ് ബ്രാട്ടിസ്ലാവ. അവിടെ മെയിൻ എൻട്രൻസിൽ തന്നെ 2 ഗാർഡ്സ് നിൽപ്പുണ്ടാവും. ഗാർഡ് ചേഞ്ചിങ് കാണണമെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ഉച്ചയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഗാർഡ് ചേഞ്ചിങ് ആ പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ നടുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ട്രാമും ബസ്സും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഈ പ്രസിഡൻഷ്യൽ പാലസ് ഉള്ളത്. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രൽ ആയിരുന്നു. ആ പോകുന്ന വഴി തന്നെ നമുക്ക് ഗുഡ് ഷെപ്പേർഡ് ഹൗസ് കാണാം. ഇത് അവിടുത്തെ ഒരു ഓൾഡസ്റ്റ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പം മേളിൽ മ്യൂസിയം, ക്ലോക്ക് മ്യൂസിയമും താഴെ പബ്ബുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ ബ്രിഡ്ജ് കിട്ടും. ആ ഓവർ ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ പുറകിൽ കാണുന്നതാണ് സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രൽ. പിന്നെ വേറൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് ദൂരെ കാണുന്നില്ലേ, അത് SNP ബ്രിഡ്ജാണ്. UFO ബ്രിഡ്ജ് എന്നും പറയും. ഒരു UFO പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, അങ്ങനെയാണ് അതിൻ്റെ പേര് UFO എന്ന്. ശരിക്കും അതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. 360 വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബ്രാട്ടിസ്ലാവ കാണാമെന്നാണ് പറയുന്നത്. നല്ല സൂപ്പർ വ്യൂ ആണെന്നാണ് പറയുന്നത്. അതിൽ ഒരാൾക്ക് പെർ ഹെഡ് 7.5 യൂറോ ആണ് എൻട്രി ഫീസ്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി അടിച്ച് പൊളിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. വലിച്ചു നീട്ടി നടന്നു നേരെ പോയി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു പാസേജ് കിട്ടും. അതുവഴി നമുക്ക് സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രലിലോട്ട് കടക്കാം. അപ്പം ഇനി അടുത്ത് സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രലിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സെൻറ്റ് മാർട്ടിൻസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാട്ടിസ്ലാവയിലെ ഓൾഡസ്റ്റും ലാർജസ്റ്റും ചർച്ചാണ്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. വെച്ചായിരുന്നു രാജാക്കന്മാരെയൊക്കെ കിരീടം ധരിപ്പിച്ചുകൊണ്ടിരുന്നത്, കോറനേഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സൂചകമായിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു സ്വർണ്ണ കിരീടം നമുക്ക് കാണാം. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതാന്നേ ഉള്ളൂ, പക്ഷേ ശരിക്കും അത് വലുതാണ് കേട്ടോ. ഇനി നമുക്ക് പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഞങ്ങൾ പോയത് ബ്രാട്ടിസ്ലാവ കാസലിലോട്ടാണ്. ഈ പുറകിൽ കാണുന്നതാണ് സിഗിസ്മുണ്ട് ഗേറ്റ് എന്ന് പറയും. ഇതാണ് മെയിൻ എൻട്രൻസ്. ഈ ബ്രാട്ടിസ്ലാവ കാസലിലോട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാൻ. സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ദാണ്ടെ നല്ലൊരു വ്യൂ പോയിൻ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പം പാപ്പുവിൻ്റെ നേരെ മുമ്പിൽ കാണുന്നതാണ് സെൻറ്റ് മാർട്ടിൻസ് ചർച്ച്. അടിപൊളി വ്യൂ അല്ലേ. കാസലിൻ്റെ താഴെ തന്നെ ഒരു പാർക്ക് പോലെയും വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കാം. അവിടെ ഇവരെല്ലാം കുറച്ച് നേരം ഇരുന്ന് കളിക്കുമായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ കാസലിലോട്ട് പോയത്. കുറച്ച് നല്ല ഫോട്ടോസും കിട്ടി കേട്ടോ. ബ്രാട്ടിസ്ലാവ കാസലിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ബ്രിഡ്ജും റിവറും എല്ലാം കൂടി ആയിട്ട്
ബ്രാട്ടിസ്ലാവ ടൗണിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റുകളിൽ കൂടി മാത്രമേ കയറാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. 4 ഗേറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതാണ് സെൻറ്റ് മൈക്കിൾസ് ഗേറ്റ്. സെൻറ്റ് മൈക്കിൾസ് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിതേ ഈ ഒരു മുഖംമൂടി കാണാം. ഇതെന്താണെന്നറിയാവോ? പണ്ട് ബ്രാട്ടിസ്ലാവയിൽ ഒരേ ഒരു ആരാചാര്യ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വീട് തപ്പിയോ ആരോടും ചോദിച്ചൊന്നും നടക്കണ്ട. ഈ സൈൻ ബോർഡിൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. ആ സ്ട്രീറ്റിലുള്ള വീടാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയാവോ? സെൻറ്റ് എലിസബത്ത് ചർച്ച് അല്ലെങ്കിൽ ബ്ലൂ ചർച്ച് എന്ന് പറയും. ഇതിൻ്റെ ഉൾവശവും പുറവും എല്ലാം ബ്ലൂ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ ചർച്ച് എന്ന് പറയുന്നത്. ഇവിടെ കല്യാണത്തിനൊക്കെ ബുക്കിംഗ് കിട്ടാൻ വർഷങ്ങളെടുക്കുമെന്നാണ് പറയുന്നത്. അത്ര ഫേമസ് ആണത്രേ. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ ബ്ലൂ കളർ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പള്ളിയുടെ ഉൾവശവും സെയിം തന്നെയാണ് കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ. അപ്പോൾ ദാണ്ടേ നമ്മൾ ബ്രാട്ടിസ്ലാവ മുഴുവൻ കണ്ടു കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ടിപ്പ്. ഇപ്പം നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പോകാം. ഡെവിൻസ് കാസിൽ എന്ന് പറഞ്ഞൊരു കാസിലോട്ട് പോകാം. ബ്രാട്ടിസ്ലാവ ഓസ്ട്രിയയിൽ നിന്ന് 1 hour ബസ് റൈഡേ ഉള്ളൂ. ബുഡാപെസ്റ്റിൽ നിന്ന് 2 hours. അപ്പം നിങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം അതനുസരിച്ച് പ്ലാൻ ചെയ്യട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.